കഴിഞ്ഞ ദിവസം ഇതിഹാസ താരമായ ലയണൽ മെസ്സി നൽകിയ ഒരു അഭിമുഖത്തിൽ ലേഖകൻ ലയണൽ മെസ്സിയോട് ചില കൗതുകകരമായ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് ആലോചിക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് മറുപടി പറയണമെന്നും ആ ലേഖകൻ ആവശ്യപ്പെട്ടു. ലയണൽ മെസ്സിയോട് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു: നിങ്ങളെ ഒരു മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണെന്ന് തോന്നുക. അവിടെ കുറച്ചുനാൾ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും. എങ്കിൽ നിങ്ങൾ അർജന്റീന നാഷണൽ ടീമിൽ നിന്ന് ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക? ഉടൻ തന്നെ ലയണൽ മെസ്സി അതിന് ഉത്തരം പറഞ്ഞത് റോഡ്രിഗോ ഡി പോൾ എന്നാണ്. നിങ്ങളുടെ ടീമിൽ കളിക്കളത്തിൽ ഏറ്റവും കൂടുതൽ പരാതിപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു. ഉടൻ തന്നെ അതിനും ഉത്തരം അദ്ദേഹം പറഞ്ഞത് ഡി പോൾ എന്നാണ്. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അത് ഒരു ദിവസത്തേക്ക് തങ്ങളുടെ നാഷണൽ ടീമിലെ ഒരു താരത്തിന് കൈമാറാം. അദ്ദേഹമായിരിക്കും ആ ഒരു ദിവസം താങ്കളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുക. എങ്കിൽ നിങ്ങൾ അത് ആർക്ക് നൽകും? ഉടൻ തന്നെ ലയണൽ മെസ്സി പറഞ്ഞത് ഡി മരിയയ്ക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നൽകുമെന്നാണ്. നിങ്ങളുടെ കുട്ടികളെ ഒരു ദിവസത്തേക്ക് പരിപാലിക്കാൻ ഒരു താരത്തിൻ്റെ കൂടെ വിടുകയാണെങ്കിൽ നിങ്ങൾ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക? ലയണൽ മെസ്സി ഉത്തരം പറഞ്ഞത് എമിലിയാനോ മാർട്ടിനസ് എന്നാണ്. തമാശകൾ നന്നായി പറഞ്ഞാലും ആ തമാശകളെ തമാശയായി കാണാത്ത ഒരു താരത്തിൻ്റെ പേര് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏഞ്ചൽ ഡി മരിയ എന്നാണ്. വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് ആരെന്ന് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞത് നിക്കോളാസ് ഒട്ടമെൻഡി എന്നാണ്. ഒട്ടമെൻഡി ധരിക്കുന്ന വസ്ത്രങ്ങൾ ഞാൻ ധരിച്ചാൽ ഞാനൊരു വിഡ്ഢിയെ പോലെ ഇരിക്കുമെന്നാണ് ലയണൽ മെസ്സി പറഞ്ഞത്. ഏറ്റവും മോശം വസ്ത്രം ധരിക്കുന്ന നാഷണൽ ടീമിലെ താരം ആരെന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരം നൽകിയത് എമിലിയാനോ മാർട്ടിനസ് എന്നാണ്. ഏറ്റവും മോശമായി ചായ ഉണ്ടാക്കാൻ അറിയുന്നത് ആർക്കെന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരം നൽകിയത് ലിയാൻഡോ പരഡൈസ് എന്നാണ്.